Good morning. Today we are going to discuss about point mutations that alter genetic code. എന്താണ് mutations? Mutation in biology can be defined as the changes or alterations in the nucleotide sequence of the genome of a living organism. ഒരു ലിവിങ് ഓർഗാനിസത്തിൻ്റെ ജീനോമിലുള്ള ന്യൂക്ലിയോടൈഡ് സീക്വൻസിൽ വരുന്ന ചേഞ്ചസിനെയോ ഓൾട്രേഷൻസിനെയോ ആണ് നമ്മൾ മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. The change or alteration occurring in our DNA-based sequence is due to various environmental factors including UV light and also due to errors caused when the DNA is copied. DNA കോപ്പി ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ DNA റെപ്ലിക്കേഷൻ്റെ സമയത്തും അല്ലെങ്കിൽ ട്രാൻസ്ക്രിപ്ഷൻ്റെ സമയത്തൊക്കെ വരുന്ന എന്തെങ്കിലും ചേഞ്ചസ് ന്യൂക്ലിയോടൈഡ് സീക്വൻസിൽ വരുന്ന ചേഞ്ചസ് കാരണമാണ് മ്യൂട്ടേഷൻ സംഭവിക്കുന്നത്. Mutations make the protein synthesis go wrong during translation or mistakes in DNA can result in the abnormalities in bodies in the form of some disease. DNA സീക്വൻസിൽ വരുന്ന മ്യൂട്ടേഷൻസ് തെറ്റായിട്ടുള്ള പ്രോട്ടീനെ സിന്തസിസ് ചെയ്യുകയും അത് ബോഡിയിലുള്ള ബയോകെമിക്കൽ പ്രോസസ്സിനെയും ഫിസിയോളജിക്കൽ പ്രോസസ്സിനെയൊക്കെ അത് അഫക്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഇത് പല രോഗങ്ങൾക്കും കാരണമാകുന്നു. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മ്യൂട്ടേഷൻ. നമുക്ക് മെയിനായിട്ട് ജീൻ മ്യൂട്ടേഷൻസും ക്രോമസോമൽ മ്യൂട്ടേഷൻസും എന്താണെന്ന് നോക്കാം. ജീൻ മ്യൂട്ടേഷൻസ് ആർ വൺ ഓഫ് ദ മ്യൂട്ടേഷൻസ് ഹിയർ മ്യൂട്ടേഷൻസ് ഇൻ DNA ഒക്കേഴ്സ്. DNAയിലുള്ള മ്യൂട്ടേഷൻസ് ആണ് ജീൻ മ്യൂട്ടേഷൻസിൽ മെയിനായിട്ട് വരുന്നത്. മീനിങ് ചേഞ്ച് ഇൻ വൺ ഓർ മോർ DNA bases and as a result different proteins are produced that affect the traits of an organism. ഇവിടെ എന്താണ് കാണുന്നത്? ജീൻ മ്യൂട്ടേഷനിൽ DNA ഏതെങ്കിലും DNA ബേസിസിൽ വരുന്ന ചേഞ്ച് ഒന്നോ രണ്ടോ DNA ബേസിസ് ചേഞ്ച് ചെയ്ത് സബ്സ്റ്റിറ്റ്യൂഷനോ ഇൻസേഷനോ അങ്ങനെ DNA ബേസിസിൽ വരുന്ന ചേഞ്ചസിനെയാണ് ജീൻ മ്യൂട്ടേഷൻ എന്ന് പറയാം. ഇതെന്ത് ചെയ്യുന്നു? ഡിഫറെൻറ്റ് പ്രോട്ടീൻസിനെ പ്രൊഡ്യൂസ് ചെയ്യും, അത് ഓർഗാനിസത്തിൻ്റെ ബാക്കി കാര്യങ്ങളെ എഫക്റ്റ് ചെയ്യുകയും ചെയ്യും. സബ്സ്റ്റിറ്റ്യൂഷൻസ്, ഇൻസേഷൻസ് ആൻഡ് ഡിലീഷൻസ് ആർ ദ 3 types of causes that may cause genetic mutation. അടുത്തതാണ് ക്രോമസോമൽ മ്യൂട്ടേഷൻസ്. Chromosomal mutations are mutations occur at the level of chromosome. ക്രോമസോമിൻ്റെ ലെവലിൽ വരുന്ന മ്യൂട്ടേഷൻസിനെയാണ് നമ്മൾ ക്രോമസോമൽ മ്യൂട്ടേഷൻസ് എന്ന് പറയുന്നത്. These are any change in the chromosomes which led to the rearrangement of chromosomes or an abnormal number of individual chromosome or an abnormal number of chromosome sets. അതായത് ക്രോമസോമിൻ്റെ നമ്പറിലുള്ള ചേഞ്ചസ് അല്ലെങ്കിൽ ക്രോമസോം സ്ട്രക്ചറിൽ വരുന്ന ചേഞ്ചസ്, ക്രോമസോം നമ്പറിൽ വരുന്ന ചേഞ്ചസ്, ക്രോമസോം സൈസിൽ വരുന്ന ചേഞ്ചസ്, ഇതിനെല്ലാമാണ് നമ്മൾ ക്രോമസോമൽ മ്യൂട്ടേഷൻസ് എന്ന് പറയുന്നത്. അടുത്തതാണ് മ്യൂട്ടേഷൻസ് ഇൻ സൊമാറ്റിക് സെൽസ് ആൻഡ് മ്യൂട്ടേഷൻസ് ഇൻ ഗാമറ്റിക് സെൽസ്. എന്താണ് മ്യൂട്ടേഷൻസ് ഇൻ സൊമാറ്റിക് സെൽസ്? Somatic mutations can occur in any of the cells of the body except the germinal cells. അത് സ്പേമും ഓവും അല്ലാത്ത മറ്റെല്ലാ സെൽസിനും നമ്മൾ സൊമാറ്റിക് സെൽസ് എന്നാണ് പറയുക. And therefore are not passed on to children. These alterations can cause cancer or other disease. സൊമാറ്റിക് സെൽസിൽ വരുന്ന മ്യൂട്ടേഷൻസ് ക്യാൻസറും മറ്റ് ഡിസീസസും കോസ് ചെയ്യുന്നു, അത് അടുത്ത ജനറേഷനിലേക്ക് പാസ് ചെയ്യുന്നില്ല. മ്യൂട്ടേഷൻസ് ഇൻ ഗാമറ്റിക് സെൽസ് എന്ന് പറയുന്നത് എന്താ? മ്യൂട്ടേഷൻസ് ഇൻ സ്പേം ആൻഡ് ഓവം, അതാണ് ജെർമിനൽ സെൽസ് അല്ലെങ്കിൽ ഗാമറ്റിക് സെൽസ് എന്ന് പറയുന്നത്. This can lead to changes in the DNA sequence which can be passed down to coming generations. അടുത്ത ജനറേഷനിലേക്ക് ഇതിൽ വരുന്ന മ്യൂട്ടേഷൻസ് പാസ് ചെയ്യും. അടുത്തതാണ് പോയിന്റ് മ്യൂട്ടേഷൻ. എന്താണ് പോയിന്റ് മ്യൂട്ടേഷൻ? A point mutation is a type of genetic mutation in which one nucleotide base is added, deleted or changed. പോയിന്റ് മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഒരു DNA സീക്വൻസിൽ ഏതെങ്കിലും ഒരു ന്യൂക്ലിയോടൈഡ് ബേസിൽ വരുന്ന ചേഞ്ചസ് അത് ആഡ് ചെയ്യുകയോ ഡിലീഷൻ സംഭവിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും സബ്സ്റ്റിറ്റ്യൂഷൻ സംഭവിക്കുകയോ ചെയ്യുന്നതിനെയാണ് നമ്മൾ പോയിന്റ് മ്യൂട്ടേഷൻ. ഏതെങ്കിലും ഒരു ന്യൂക്ലിയോടൈഡ് ബേസിൽ വരുന്ന ചേഞ്ചസ്, അതാണ് പോയിന്റ് മ്യൂട്ടേഷൻ. A point mutation is specifically when only one nucleotide base is changed in some way, although multiple point mutations can occur in one strand of DNA or RNA. ഒരു ന്യൂക്ലിയോടൈഡ് ബേസിൽ വരുന്ന ചേഞ്ചാണ് പോയിന്റ് മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു DNA സ്ട്രാൻഡിൽ മൾട്ടിപ്പിൾ പോയിന്റ് മ്യൂട്ടേഷൻസും സംഭവിക്കാം. പോയിന്റ് മ്യൂട്ടേഷൻസ് ആർ സംടൈംസ് കോസ്ഡ് ബൈ മ്യൂട്ടേഷൻസ് ദാറ്റ് സ്പോണ്ടേനിയസ്ലി ഒക്വർ ഡ്യൂറിങ് DNA റെപ്ലിക്കേഷൻ. DNA റെപ്ലിക്കേഷൻ്റെ സമയത്ത് സ്പോണ്ടേനിയസ് ആയിട്ട് നടക്കുന്നതാണ് ഈ പോയിന്റ് മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ AUG എന്ന് പറഞ്ഞിട്ടുള്ളൊരു ട്രിപ്ലറ്റ്, അത് കോഡ് ചെയ്യുന്നത് മെത്തിയോണിൻ എന്ന് പറഞ്ഞിട്ടുള്ള അമിനോ ആസിഡിനെയാണ്.
ഇതിൽ യുറാസിൽ ബേസിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഒരു അഡിനിൻ ബേസ് വരാണെങ്കിൽ AAG എന്ന് പറഞ്ഞൊരു കോഡോൺ വരും. ഇത് ലൈസിനെയാണ് കോഡ് ചെയ്യുന്നത്. അപ്പോൾ ചെറിയൊരു പോയിന്റ് മ്യൂട്ടേഷൻ അവിടെ സംഭവിക്കുമ്പോൾ യുറാസിൽ മാറി മറ്റൊരു ന്യൂക്ലിയോടൈഡ് ബേസ് വരുമ്പോൾ ഒരു അമിനോ ആസിഡ് തന്നെ മാറി വരാണ് ചെയ്യുന്നത്. A point mutation can cause an amino acid to change, which will change the structure of the protein being made. What is a substitution mutation? A substitution mutation occurs when one base pair is substituted for another. ഒരു ബേസ് പെയറിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ന്യൂക്ലിയോടൈഡ് ബേസിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് മറ്റൊരു ബേസ് പെയർ ന്യൂക്ലിയോടൈഡ് ബേസ് വരുന്നതിനെയാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, എ ന്യൂക്ലിയോടൈഡ് കണ്ടെയ്നിങ് സൈറ്റോസിൻ ഈസ് ആക്സിഡൻ്റലി സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഫോർ വൺ കണ്ടെയ്നിങ് ഗ്വാനിൻ. സൈറ്റോസിൻ കണ്ടെയ്ൻ ചെയ്തിട്ടുള്ള ഒരു ന്യൂക്ലിയോടൈഡിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഒരു ഗ്വാനിൻ കണ്ടെയ്ൻ ചെയ്തിട്ടുള്ള ന്യൂക്ലിയോടൈഡ് വരുന്നു. ഇത് ഇങ്ങനെയുള്ള സബ്സ്റ്റിറ്റ്യൂഷനെയാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. മെയിനായിട്ട് 3 സബ്സ്റ്റിറ്റ്യൂഷൻ മ്യൂട്ടേഷൻസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്: നോൺസെൻസ് മ്യൂട്ടേഷൻസ്, മിസ്സെൻസ് മ്യൂട്ടേഷൻസ് ആൻഡ് സൈലന്റ് മ്യൂട്ടേഷൻസ്. ഫസ്റ്റ് വൺ ഈസ് ദി നോൺസെൻസ് മ്യൂട്ടേഷൻ. A nonsense mutation occurs when one nucleotide is substituted and this led to the formation of a stop codon that codes for an amino acid. നോൺസെൻസ് മ്യൂട്ടേഷനിൽ ഒരു ന്യൂക്ലിയോടൈഡ് ബേസിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് മറ്റൊരു ന്യൂക്ലിയോടൈഡ് ബേസ് വരുന്നു. പക്ഷേ ഇത് കോഡ് ചെയ്യുന്നത് ഒരു സ്റ്റോപ്പ് കോഡോണിനെയാണ്. A stop codon a certain sequence of bases TAG, TAA or UAG, UAA or UGA in RNA that stops the production of the amino acid chain. സ്റ്റോപ്പ് കോഡോൺ എന്തിനു വേണ്ടിയിട്ടാണ്? ആ ഒരു അമിനോ ആസിഡ് സീക്വൻസിനെ സ്റ്റോപ്പ് ചെയ്യുന്നതാണ് സ്റ്റോപ്പ് കോഡോൺ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഓൾവേസ് ഫൗണ്ട് അറ്റ് ദ എൻഡ് ഓഫ് ദ mRNA സീക്വൻസ്. സാധാരണ ഇതൊരു mRNA സീക്വൻസിൻ്റെ എൻഡിലാണ് ഇത് കാണാറ്. പക്ഷേ ഇത് എപ്പോഴെങ്കിലും ഇടയിലൊരു സീക്വൻസിൽ ഈ ഒരു സ്റ്റോപ്പ് കോഡോൺ വരികയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഇറ്റ് വിൽ പ്രീമച്വർലി ടെർമിനേറ്റ് ദ അമിനോ ആസിഡ് സീക്വൻസ് ആൻഡ് പ്രിവെൻറ്റ് ദ കറക്റ്റ് പ്രോട്ടീൻ ഫ്രം ബീയിങ് പ്രൊഡ്യൂസ്ഡ്. ഏത് പ്രോട്ടീനെയാണോ ഇത് കോഡ് ചെയ്തിരുന്നത് അതിൻ്റെ പ്രൊഡക്ഷൻ ഇത് സ്റ്റോപ്പ് ചെയ്യുന്നു. നമുക്കൊരു എക്സാമ്പിൾ എടുത്ത് നോക്കുകയാണെങ്കിൽ TTC എന്ന് പറഞ്ഞിട്ടുള്ളൊരു കോഡോൺ DNA ലെവലിൽ TTC, തൈമിൻ സൈറ്റോസിൻ, അത് mRNA ലെവലിലേക്ക് വരുമ്പോൾ AAG, ഇത് പ്രോട്ടീൻ ലെവലിലേക്ക് വരുമ്പോൾ ലൈസീനെയാണ് കോഡ് ചെയ്യുന്നത്. ലൈസീൻ എന്ന് പറഞ്ഞിട്ടുള്ള അമിനോ ആസിഡിനെയാണ് കോഡ് ചെയ്യുന്നത്. ഇനി ഇതിലൊരു നോൺസെൻസ് മ്യൂട്ടേഷൻ സംഭവിക്കുകയാണ്. ഫസ്റ്റത്തെ ന്യൂക്ലിയോടൈഡ് ബേസ് ആയിട്ടുള്ള തൈമിൻ മാറി അവിടെ അഡിനിൻ വരാണെങ്കിൽ mRNA ലെവലിൽ അഡിനിൻ മാറി അവിടെ യുറാസിലാണ് വരിക. അപ്പോൾ UAG എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്റ്റോപ്പ് കോഡോണിനെ അത് കോഡ് ചെയ്യുന്നു. അതോടുകൂടെ അതിൻ്റെ ഫർദർ ട്രാൻസ്ലേഷൻ അല്ലെങ്കിൽ പ്രോട്ടീൻ സിന്തസിസിനെ അവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു. നോൺസെൻസ് മ്യൂട്ടേഷൻസ് ആർ ഓൾമോസ്റ്റ് ഓൾവേസ് ഹാംഫുൾ ആസ് ദേ റിസൾട്ട് ഇൻ എ പ്രീമച്വർ സ്റ്റോപ്പ് കോഡോൺ ആൻഡ് എ ട്രങ്കേറ്റഡ് നോൺ ഫങ്ഷണൽ പ്രോട്ടീൻ. This can cause a loss of function for the protein and can be detrimental for the organism. Some rare cases of nonsense mutations might not be harmful, but this is very rare. One of the diseases related with nonsense mutation is cystic fibrosis. Cystic fibrosis, it is caused due to a nonsense mutation in the CFTR protein, an ion channel membrane protein, at position 542. In this case, a codon coding for glycine is replaced by a stop codon. The second one is the missense mutation. A missense mutation is a type of point mutation or a single base mutation that replaces one nucleotide of the codon on the DNA with other nucleotides, which eventually results in coding a different amino acids in the protein. മിസ്സെൻസ് മ്യൂട്ടേഷൻസ് ജസ്റ്റ് എന്താണ്? ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ മ്യൂട്ടേഷനാണ്. ഒരു ന്യൂക്ലിയോടൈഡ് ബേസ് മാറി മറ്റൊരു ന്യൂക്ലിയോടൈഡ് ബേസ് വരുന്നു, അത് ഡിഫറെൻറ്റ് അമിനോ ആസിഡിനെ കോഡ് ചെയ്യുന്നു. The resultant amino acid substitution may result in either non-functional protein or may remain unaffected by the altered amino acid. The functionality of the resultant protein will depend on whether the changes that occur due to mutations are conservative or non-conservative. An example for missense mutation is the sickle cell anemia. It is caused by glutamic acid in mRNA is changed into valine at one position in the protein. പ്രോട്ടീൻസ് mRNA സീക്വൻസസിൽ ഗ്ലൂട്ടാമിക് ആസിഡിനെ കോഡ് ചെയ്യുന്ന കോഡോണിൽ വരുന്ന മ്യൂട്ടേഷൻസ് എന്ത് ചെയ്യുന്നു? വാലിൻ എന്ന് പറഞ്ഞിട്ടുള്ള അമിനോ ആസിഡിനെ കോഡ് ചെയ്യുന്നു. അത് അബ്നോർമൽ ആയിട്ടുള്ള ഹീമോഗ്ലോബിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ദസ് ഹീമോഗ്ലോബിൻ ബിക്കം inefficient of transporting oxygen and RBCs become stiff and tend to accumulate in capillaries. The third one is the silent mutation, a type of mutation that results in a change in codon but does not change the amino acid created.
കോഡോണിൽ ചേഞ്ചസ് വരുന്നുണ്ട്, പക്ഷേ ക്രിയേറ്റ് ചെയ്ത് വരുന്ന അമിനോ ആസിഡ് ചേഞ്ച് വരുന്നില്ല. സിംഗിൾ ന്യൂക്ലിയോടൈഡ് മ്യൂട്ടേഷൻ ദാറ്റ് ഡസ് നോട്ട് റിസൾട്ട് ഇൻ എ ചേഞ്ച് ഇൻ ദ അമിനോ ആസിഡ് സീക്വൻസ് ഓഫ് ദ പ്രോട്ടീൻ മീൻ. ഇതിനെയാണ് സൈലൻറ്റ് മ്യൂട്ടേഷൻ എന്ന് പറയുക. ആക്ച്വലി അവിടെ മ്യൂട്ടേഷൻ സംഭവിച്ചിട്ടുണ്ട്, പക്ഷേ അമിനോ ആസിഡിന് ചേഞ്ച് ഇല്ലാത്തത് കൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും അവിടെ സംഭവിക്കുന്നില്ല. ദിസ് ക്യാൻ ഒക്കർ ബിക്കോസ് മൾട്ടിപ്പിൾ കോഡോൺസ് ക്യാൻ കോഡ് ഫോർ ദ സെയിം അമിനോ ആസിഡ്. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ഒരുപാട് കോഡോൺസ് ഒരു അമിനോ ആസിഡിനെ കോഡ് ചെയ്യാനുള്ളത് കൊണ്ടാണ് ഇങ്ങനൊരു സൈലൻറ്റ് മ്യൂട്ടേഷൻ അവിടെ സംഭവിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, AAG ആൻഡ് AAA ബോത്ത് കോഡ് ഫോർ ലൈസിൻ. So, if the G is changed to an A, the same amino acid will be formed and the protein will not be affected. ഒരു അമിനോ ആസിഡ്, ഒരു ന്യൂക്ലിയോടൈഡ് ബേസ് അവിടെ ചേഞ്ച് ചെയ്തു എന്നുണ്ടെങ്കിലും സെയിം അമിനോ ആസിഡിനെ തന്നെയാണ് അവിടെ കോഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പ്രോട്ടീൻ്റെ സ്ട്രക്ചറിനെയോ ഫങ്ഷനെയോ ഇത് ബാധിക്കുന്നില്ല. നമുക്ക് ഈ ഒരു ഫിഗർ നോക്കാം. അതിൽ നോർമൽ പ്രോട്ടീനെ കോഡ് ചെയ്യുന്നത് TAC, അത് റെപ്ലിക്കേറ്റ് ചെയ്ത് ATG. അങ്ങനെ കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള DNA കോംപ്ലിമെൻ്ററി സ്ട്രാൻഡ്സ് ആണ് അത് രണ്ടും. അത് mRNA കോഡ് ചെയ്യുന്നു UAC തൈറോസിൻ എന്നുള്ളൊരു അമിനോ ആസിഡിനെ കോഡ് ചെയ്ത് ഒരു നോർമൽ പ്രോട്ടീൻ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇനി സെക്കൻഡ് കേസ് നോക്കുകയാണെങ്കിൽ സൈലൻറ്റ് മ്യൂട്ടേഷൻ ആണ് അവിടെ സംഭവിച്ചിട്ടുള്ളത്. TAT, TAC സൈറ്റോസിൻ്റെ സ്ഥാനത്ത് അവിടെ ഒരു തൈമിനാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കോംപ്ലിമെൻ്ററി സ്റ്റാൻഡിൽ വന്നപ്പോൾ അവിടെ G മാറി A വന്നു, അഡിനിൻ വന്നു. ഇത് UAU തൈറോസിനെ തന്നെയാണ് അവിടെ കോഡ് ചെയ്യുന്നത്. അതുകൊണ്ട് നോർമൽ പ്രോട്ടീനെ തന്നെ അവിടെ പ്രൊഡ്യൂസ് ചെയ്തു. ഇനി തേർഡ് കേസ് എടുക്കുകയാണെങ്കിൽ AAC ഫസ്റ്റ് ബേസ് പെയറിലാണ് അവിടെ വ്യത്യാസം വന്നിട്ടുള്ളത്. തൈമീൻ മാറി അവിടെ അഡിനൈൻ വന്നു. അതുപോലെ തന്നെ കോംപ്ലിമെൻ്ററി സ്ട്രാൻഡിൽ അഡിനൈൻ മാറി തൈമീൻ വന്നു. ഇനി ഇത് mRNA കോഡ് ചെയ്തപ്പോൾ AAC എന്ന് പറഞ്ഞിട്ടൊരു കോഡോൺ, അത് ആസ്പാരജിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അമിനോ ആസിഡിനെയാണ് കോഡ് ചെയ്യുന്നത്. ഇതൊരു ഫോൾട്ടി പ്രോട്ടീനാണ്. അതായത് തൈറോസിന് പകരം മറ്റൊരു അമിനോ ആസിഡാണ് അവിടെ വന്നിട്ടുള്ളത്. ഇനി ഫോർത്ത് കേസ് എടുക്കുകയാണെങ്കിൽ അത് തേർഡ് ബേസ് പെയറിലാണ്. TACക്ക് പകരം G സൈറ്റോസിന് പകരം അവിടെ ഗ്വാനിനാണ് വന്നിട്ടുള്ളത്. ഇത് കോഡ് ചെയ്ത് വരുമ്പോൾ സ്റ്റോപ്പ് കോഡോണിനെയാണ് കോഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ളൊരു പ്രോട്ടീൻ അവിടെ ഫോം ചെയ്യുന്നു. ദിസ് ഈസ് നോൺസെൻസ് മ്യൂട്ടേഷൻ. നമ്മൾ ഇത്ര നേരം ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് സബ്സ്റ്റിറ്റ്യൂഷൻ മ്യൂട്ടേഷൻസിനെ കുറിച്ചാണ്. ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അഡീഷൻ ഓർ ഡിലീഷൻ ഓഫ് ന്യൂക്ലിയോടൈഡ് ബേസ് കാരണമുണ്ടാകുന്ന Frameshift mutation കുറിച്ചാണ്. A frameshift mutation is a type of gene mutation in which the addition or deletion of one or more nucleotide causes a shift in the reading frame of the codons in the mRNA. mRNAയിലെ റീഡിംഗ് ഫ്രെയിമിൻ്റെ ഷിഫ്റ്റാണ് ഇവിടെ സംഭവിക്കുന്നത്. ഏതെങ്കിലും ഒരു ന്യൂക്ലിയോടൈഡ് ബേസിൻ്റെ അഡീഷനോ ഡിലീഷനോ കാരണം റീഡിംഗ് ഫ്രെയിമിൽ mRNAയുടെ റീഡിംഗ് ഫ്രെയിമിൽ ഡിഫറൻസ് വരുന്നു. വിച്ച് മേ ലീഡ് ടു ദ ഓൾട്രേഷൻ ഇൻ ദ അമിനോ ആസിഡ് സീക്വൻസ് അറ്റ് പ്രോട്ടീൻ ട്രാൻസ്ലേഷൻ. അമിനോ ആസിഡ് സീക്വൻസിൻ്റെ ഒരു ഓൾട്രേഷൻ സംഭവിച്ച് ഡിഫറെൻറ്റ് പ്രോട്ടീനിനെ അവിടെ കോഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി ഒരു മൾട്ടിപ്പിൾസ് ഓഫ് 3 ഓഫ് ന്യൂക്ലിയോടൈഡ്സിൻ്റെ ഒരു ട്രിപ്ലറ്റ് ആണ് എക്സ്ട്രാ ആഡ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഡിലീഷൻ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ റീഡിംഗ് ഫ്രെയിമിൻ്റെ ഷിഫ്റ്റ് അവിടെ അധികം സംഭവിക്കുന്നില്ല. Thus, the protein in such cases would likely have either an extra or missing amino acid. ഒന്നെങ്കിൽ ഒരു എക്സ്ട്രാ അമിനോ ആസിഡോ അല്ലെങ്കിൽ ഒരു അമിനോ ആസിഡിൻ്റെ മിസ്സിങ്ങോ അവിടെ ഉണ്ടാവുകയാണ് ചെയ്യുക. Effects of frameshift mutation. The altered coding sequence may be non-usable or a completely new protein. As a result, various biochemical processes may restrict. This can result in dysregulated translation machinery of the cell. The formation of large number of misfolded proteins could occur and that could be lethal for a cell. Crohn's disease and certain types of cancers are due to frameshift mutations. However, the altered protein could also be beneficial and could provide protection as observed in HIV patients due to frameshift mutation in the chemokine receptor gene CCR5. The CCR5 delta 32 mutation, which was discovered over 20 years ago, disables the CCR5 receptor on the surface of white blood cells. HIV uses this receptor almost like a key. It latches onto it to get into the cell. Without a working version of a CCR5, HIV is essentially locked out of a person's immune system. Here is the end of the session. നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത് പോയിന്റ് മ്യൂട്ടേഷൻസിനെ കുറിച്ചായിരുന്നു. അതിൽ സബ്സ്റ്റിറ്റ്യൂഷൻ മ്യൂട്ടേഷൻസ് ഉണ്ടായി, അഡീഷൻ ഡിലീഷൻ കാരണം ഉണ്ടാകുന്ന മ്യൂട്ടേഷൻസ് ഉണ്ടായിരുന്നു.
സബ്സ്റ്റിറ്റ്യൂഷൻ മ്യൂട്ടേഷൻസ് വഴി ഉണ്ടാകുന്നതാണ് നോൺസെൻസ് മ്യൂട്ടേഷൻ, മിസെൻസ് മ്യൂട്ടേഷൻസ് ആൻഡ് സൈലന്റ് മ്യൂട്ടേഷൻസ്, ആൻഡ് ദെൻ ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷൻ ഡ്യൂ ടു ദി അഡീഷൻ ആൻഡ് ഡിലീഷൻ ഓഫ് ന്യൂക്ലിയോടൈഡ് ബേസ്.